സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ അല്ലെങ്കിൽ ഒമാനിലോ UAE-യിലോ അതുപോലെയുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ ഒരു കുടുംബാധിപത്യമോ അല്ലെങ്കിൽ ഏകാധിപത്യമോ ഒക്കെയാണ് അവിടെയുള്ളത്. അപ്പോൾ ജനാധിപത്യമുണ്ടെങ്കിലാണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ ഒരു പ്രസക്തി വരുന്നുള്ളൂ. അപ്പോൾ ഓരോ വോട്ട് ബാങ്കുകളെ ഇങ്ങനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള പല ചെപ്പടി വിദ്യകളും പല പല കാര്യങ്ങളും ഒക്കെ ഭരണത്തിൽ ഏറണമെന്നോ സ്ഥാനം കിട്ടണമെന്നോ ആഗ്രഹമുള്ളവരൊക്കെ ചെയ്യേണ്ടത്. അപ്പം സൗദി അറേബ്യയിൽ ജനാധിപത്യമില്ല. അതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ആ രാജ്യത്തിന് എന്താണോ നല്ലത് അത് അവിടുത്തെ ഭരണകർത്താവിന് തീരുമാനിക്കാം. അതേ ഇലക്ഷനെയോ വോട്ടിനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അത് 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാകുമല്ലോ, എൻ്റെ സ്ഥാനം പോകുമല്ലോ, കസേര പോകുമല്ലോ എന്നുള്ളൊരു ഒരു ചിന്തയും സൗദി അറേബ്യയിലെ കീടവാശിക്കോ അല്ലെ രാജാവിനോ അങ്ങനെ തോന്നേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അവിടെ സൗദി അറേബ്യക്ക് എന്താണോ നല്ലത്, സൗദി അറേബ്യയിലെ ഇൻഡിവിജ്വൽസ് എന്താണോ നല്ലത്, അവിടുത്തെ സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ വണ്ടി ഓടിച്ചോട്ടെ, അവിടുത്തെ സ്ത്രീകൾക്ക് പാട്ട് കേൾക്കണോ, എല്ലാവർക്കും പാട്ട് കേൾക്കണം. ഇപ്പൊ പാട്ട് കച്ചേരികളൊക്കെ അവിടെ വലിയ വലിയ കാര്യങ്ങൾ ഇതെല്ലാം കാര്യങ്ങളും അവിടെ നടക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ ഭരണകർത്താവിന് വോട്ട് എന്നെ ഫേസ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാം.